നാടൻ സംസ്കൃതിയാണ്, നമ്മുടേതായ മണ്ണിൽ വിരിയുന്ന നന്മകളും അഴകുകളുമാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ മലയാളം പറഞ്ഞാലത് മോശമെന്നും ഇംഗ്ലീഷ് പറഞ്ഞാലത് കേമമെന്നും, അതുതന്നെ ഇംഗ്ലീഷിൽ തന്നെയും ഇപ്പോൾ അമേരിക്കയാണ് ലോകശക്തികളിൽ മുമ്പിൽ നിൽക്കുന്നതെന്നതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ്റെ ഇംഗ്ലീഷ് പിറകിലാണെന്നും വന്നിരിക്കുന്ന ഒരു കാലമായി പോയി. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇതിൽ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, അവനവൻ്റെതായ ഒരു ഭാഷ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടുചോറുണ്ടാവുക എന്നാണ് അർത്ഥം. വീട്ടുചോറില്ലാത്തവൻ വഴിയെ നടന്നു പോയാൽ ഒരു സദ്യക്കാണെങ്കിൽ പോലും ആളുകൾ അവനെ വിളിക്കുകയില്ല, അവന് വിരുന്നിയോറില്ല എന്നർത്ഥം. നേരെ മറിച്ച് ഇവൻ വളരെയധികം വീട്ടിലുള്ളവനാണ്, ഉണ്ണാൻ കഴിവുള്ളവനാണെന്ന് കണ്ടാൽ അവനെ വിളിക്കും, ആദരിക്കും, അവന് ആഹാരമൊക്കെ വിളമ്പിക്കൊടുത്തിട്ട് ഇഷ്ടമായോ എന്ന് ഭവ്യമായി ചോദിക്കും. വീട്ടുചോറില്ലാത്തവനാണെങ്കിൽ അവൻ ദാരിദ്ര്യവാസിയാണ്, വന്ന് മുന്നോട്ട് പോട്ടെ എന്ന് പറയും. അതേമാതിരിയാണ് നമുക്ക് സ്വന്തമായ ഭാഷയില്ല, നമുക്ക് സ്വന്തമായൊരു സാഹിത്യമില്ല, നമുക്ക് സ്വന്തമായി ഒന്നുമില്ല, നമ്മുടെ ഭാഷ കൊണ്ട് കുട്ടികൾക്ക് ജീവിക്കാനും വയ്യ എന്നൊരവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത് ആത്യന്തികമായി ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെ കൊല്ലുന്നതിന് വേണ്ടി മനഃപൂർവ്വം എടുക്കുന്ന ഒരു നടപടിയാണെന്ന് മനസ്സിലാക്കണം. ലോകത്ത് ഓരോ വർഷവും ഇത്ര ഭാഷകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ കണക്ക് നിരത്തുന്നുണ്ട്. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ 28ാമത്തെ സ്ഥാനമുള്ള ഭാഷയാണ് മലയാളം. അത് സംസാരിക്കുന്നവരുടെ എണ്ണം കൊണ്ടല്ല, നേരെ മറിച്ച് വേറെ പല ലക്ഷണങ്ങളും അതിനുണ്ട്, ക്രൈറ്റീരിയൻ പലതുകൊണ്ട് അതിന്. ആ എല്ലാ ലക്ഷണങ്ങളും വെച്ച് നോക്കി ലോകത്ത് തന്നെ 28ാം, എത്രയോ 100 കണക്കിനും ഉള്ള ഭാഷയുള്ള ഈ ലോകത്ത് 28ാമത്തെ സ്ഥാനമുള്ള ഭാഷയാണ് മലയാളം. ആ ഭാഷയുടെ സാഹിത്യ സമ്പത്ത്, അതിൻ്റെ പ്രാചീനത, അതിൻ്റെ ആൻറ്റിക്വിറ്റി, പൗരാണികത, അതിൻ്റെ എന്തിന് ഇത്രയും അധികം മനോഹരമായൊരു ലെക്സിക്കനുള്ള ഒരു ഭാഷ ലോകത്ത് ഈ കേരളത്തിലെ മലയാളം പോലെ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ അപൂർവമാണ്. അരിവെന്ത വെള്ളത്തിൻ്റെ രുചി നാവിൽ അലിഞ്ഞാൽ മാത്രമേ ഹരി എന്ന് പറയുവാൻ, ഹരിശ്രീ എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഹരിശ്രീയിൽ നിന്നും അരിയിൽ നിന്നും അരിവെന്ത വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് കുറേ പിസയും വാങ്ങിച്ചു കൊടുത്ത്, കുറേ ഹാംബർഗറും വാങ്ങിച്ചു കൊടുത്ത്, അങ്ങനെ എന്തൊക്കെയോ കൊടുത്ത് അവരുടെ വയറും അശുദ്ധമാക്കി, അവരുടെ മനസ്സും അശുദ്ധമാക്കി, അങ്ങനെയുള്ള ആ ഒരു മലിനീകരണത്തിൻ്റെ എതിരായിരിക്കുന്ന ഒരു തരംഗം സൃഷ്ടിക്കുന്നതിന് ജനസംസ്കൃതിക്ക് സാധിക്കട്ടെ. ഒന്നാമതൊരു നിർമ്മലിനീകരണമാണ്. ഈ പണ്ട് ഈ ചില വലിയ മരുന്നുകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പഴയ വൈദ്യന്മാർ ഒരു വിരേചന മരുന്ന് കൊടുക്കും, ഒരു വയറിളക്കൽ പരിപാടിയുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിന് ഒരു നിർമ്മലിനീകരണം വരുത്തുന്നതിന് തീർച്ചയായിട്ടും ഈ ജനസംസ്കൃതിയുടെ പരിപാടിയും ഈ സർഗോത്സവവും ഇതിൽ നിന്നുണ്ടാകുന്ന സമഗ്രമായിട്ടുണ്ടാകുന്ന അവബോധവും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ചുരുക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായി നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നു. ഇനി അടുത്ത കൊല്ലം വരാനിടയായാൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു സർഗോത്സവം ഇവിടെ കാഴ്ചവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ മടങ്ങുന്നു. ഒരു കാര്യം കൂടി പറയാം, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. എന്താ ഉള്ളത്? എനിക്കെന്താ ഉള്ളത്? ഒരു പഞ്ചായത്ത് മെമ്പറുടെ അധികാരം പോലും എനിക്കില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്നു? ഈ ഭാഷയെ കരുതിയാണ്. ഭാഷ അത്രയും ശക്തമാണ്. നമസ്കാരം.